എല്ലാവർക്കും സത്സംഗ ദൃഷ്ടിയിലേക്ക് വീണ്ടും സ്വാഗതം. ഒരുപാട് പേര് എൻ്റെ അടുത്ത് പറഞ്ഞു, സ്വിച്ച് വേർഡിനെ കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിട്ട് കുറെ നാളായി. പേഴ്സണലി ഞാൻ ചെയ്യുന്ന ഒരു സ്വിച്ച് വേർഡിനെ കുറിച്ചിട്ടാണ് ഈ വീഡിയോ. എൻ്റെ ലൈഫിൽ ഒരുപാട് അബണ്ടൻസും ഒരുപാട് അഭിവൃദ്ധി, ഒരുപാട് സൗഭാഗ്യങ്ങൾ കൊണ്ടുവന്ന ഒരു സ്വിച്ച് വേർഡാണ്. പേഴ്സണലി എല്ലാ ദിവസവും ഉറങ്ങുന്നതിന് മുമ്പ് ഞാൻ ഈ സ്വിച്ച് വേർഡ് ചെയ്തിരിക്കും. അത് വളരെ പവർഫുൾ ആണ്. അത് ചെയ്യേണ്ട രീതിയിൽ സ്വിച്ച് വേർഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരിക്കലും വെറുതെ ഇരുന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും നടക്കും എന്ന് വിശ്വസിക്കുന്ന ഒരാളല്ല ഞാൻ. സ്വിച്ച് വേർഡ് ചെയ്യേണ്ട ഒരു രീതിയുണ്ട്. അത് പറയുന്നതല്ല, അത് ചെയ്യേണ്ടതാണ്. അതൊരു പ്രോസസ്സാണ്. ആ പ്രോസസ്സ് മുഴുവനായാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. അതുകൊണ്ട് ഈ വീഡിയോ പൂർണ്ണമായി നിങ്ങൾ കണ്ടാൽ മാത്രമേ ഇത് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അല്ലാതെ നിങ്ങൾ സ്വിച്ച് വേർഡ് മാത്രം പറഞ്ഞതുകൊണ്ട് ഇത് വർക്കാവില്ല. പേഴ്സണലി ഒരുപാട് എൻ്റെ ഒരുപാട് ക്ലയൻസിന് ഒരുപാട് സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ വന്നിട്ടുള്ള ക്ലയൻസിനും, ഒരുപാട് ജീവിതത്തിൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ വന്നിട്ടുള്ള ക്ലയൻസിന് അവരുടെ മൈൻഡ് സെറ്റ് മാറ്റാനും, അവരെ ആ ഒരു മണി മാഗ്നറ്റിക് അട്രാക്ഷൻ എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു അത്ഭുതം മാനിഫെസ്റ്റേഷൻ പോലെ പറയുന്നതല്ല. നമ്മളുടെ മനസ്സിലുള്ള റീപ്രോഗ്രാം, നമ്മുടെ മനസ്സിനെ റീപ്രോഗ്രാം ചെയ്യാൻ ഒരുപാട് സഹായിക്കുന്ന ഒരു സ്വിച്ച് വേർഡാണ്. ഒരുപാട് എന്നെ ഏറ്റവും കൂടുതൽ സഹായിച്ചിട്ടുള്ള സ്വിച്ച് വേർഡ് ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ ഈ പറയാൻ പോകുന്നതാണെന്നേ പറയുള്ളൂ. ഈ സ്വിച്ച് വേർഡ് നിങ്ങൾ എല്ലാ ദിവസവും രാത്രി കിടന്നുറങ്ങുന്നതിന് മുമ്പ് ചൊല്ലിക്കഴിഞ്ഞാൽ ഭയങ്കര പ്രാധാന്യമാണ്. ചൊല്ലലിലല്ല കാര്യം, ഈ പറയുന്ന പ്രോസസ് അതേപോലെ ചെയ്യുന്നു എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ്. ഈ സ്വിച്ച് വേർഡ് വളരെ സിമ്പിൾ ആണ്. ഡിവൈൻ love bless money. Divine love bless money. Divine love bless money. Divine എന്നുള്ള വേർഡ് നമ്മളുടെ എല്ലാ റെസിസ്റ്റൻസിനെയും ഇല്ലാതാക്കുന്ന വേർഡാണ്. ലവ് എന്നുള്ളത് നമ്മളുടെ ഉള്ളിലുള്ള ഗ്രാറ്റിറ്റ്യൂഡും നമ്മളുടെ ഉള്ളിലെ കമ്പാഷനും ദയ, ജനറോസിറ്റി ഇതെല്ലാം കൂട്ടുന്നതാണ്. ബ്ലസ് മണി, ആ ഒരു അനുഗ്രഹീതം, ആ അനുഗ്രഹം ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നതാണ്. ഡിവൈൻ ലവ് ബ്ലസ് മണി. ഈ സ്വിച്ച് വേർഡ് വെറുതെ ഇരുന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അങ്ങനെയുള്ള ഒരു കാര്യത്തിൽ നമ്മൾ പ്രാക്ടിക്കൽ അല്ലാത്ത ഒരു കാര്യവും ഈ ചാനലിൽ പറയുന്നതല്ല. അങ്ങനെയുള്ള ഒരു മാനിഫെസ്റ്റേഷനും മണി മാനിഫെസ്റ്റേഷനും പോസിബിൾ ആണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളല്ല ഞാൻ. പക്ഷെ പോസിബിൾ ആണോ എന്ന് ചോദിച്ചാൽ പോസിബിൾ ആണ്, ചെയ്യേണ്ടതായിട്ടുള്ള രീതിയിൽ ചെയ്താൽ. വെറുതെ ഒരു സ്വിച്ച് വേർഡ് പറയാമെന്ന് നാട്ടിലുള്ള എല്ലാവർക്കും അങ്ങനെ പറഞ്ഞുകൊണ്ട് നടന്നാൽ പോരെ. പക്ഷെ ചെയ്യേണ്ട രീതിയിൽ ചെയ്താൽ ഡെഫിനറ്റ്ലി അത് വെക്കാം. രാത്രിയിൽ നമ്മൾ കിടക്കുന്നതിന് തൊട്ട് മുമ്പ്, അതായത് ഇത് ചെയ്യുന്നതിന് മുമ്പ്, അതായത് ഉറങ്ങുന്നതിന് മുമ്പ് ഇത് മാത്രമായിരിക്കണം ചെയ്യേണ്ടത്. ഇത് ചെയ്തു കഴിഞ്ഞാൽ ഉറക്കം മാത്രമായിരിക്കണം വേണ്ടത്. കണ്ണുകൾ അടയ്ക്കുക, ദീർഘശ്വാസം ഉള്ളിലേക്ക് എടുക്കുക, മനസ്സൊന്ന് കാമാക്കിയതിന് ശേഷം നമ്മൾ ഹൃദയത്തിൽ ഒരു പ്രകാശം, വളരെ തിളക്കമാർന്ന ഒരു പ്രകാശം, സ്വർണ്ണ നിറത്തിലുള്ള ഒരു പ്രകാശം കാണുക. ആ പ്രകാശം ദൈവീക പ്രകാശമാണെന്ന് സങ്കല്പിച്ചുകൊണ്ട് അത് ശരീരം മുഴുവൻ വ്യാപിക്കുന്നത് ഫീൽ ചെയ്യുക. മുഴുവൻ വ്യാപിച്ച് ശരീരത്തിന്റെ ഓരോ കോശങ്ങളിലേക്കും അത് വ്യാപിച്ച് ശരീരം മുഴുവൻ ആ ദൈവീക ഊർജം നിറയുന്നത് നിങ്ങൾ സങ്കല്പിക്കുക. അത് പൂർണ്ണമായിട്ടും ശരീരത്തിലുള്ള എല്ലാ നെഗറ്റീവ് വികാരങ്ങളും വിചാരങ്ങളും എല്ലാം അത് എരിച്ചു കളയുന്നതായി നിങ്ങൾ സങ്കല്പിക്കുക. സങ്കല്പ ശക്തിയാണ് ഏറ്റവും വലിയ ശക്തി. ഇമാജിനേഷൻ ഇസ് ഹയർ ദാൻ ഇന്റലിജൻസ് എന്നാണ്. അപ്പോ അങ്ങനെ ചെയ്തതിന് ശേഷം നിങ്ങളിലേക്ക് ഒരു മഴ പോലെ ഒരുപാട് സൗഭാഗ്യങ്ങൾ, ഒരുപാട് അബണ്ടൻസ് ഒഴുകി വരുന്നതായി വിഷ്വലൈസ് ചെയ്യുക. ഇത് നമ്മളെ പ്രോഗ്രാം ചെയ്യാണ്. നമ്മളെ എന്താ പറയാ, ഒരു പണം എന്നുള്ളത് നെഗറ്റീവ് ആണെന്നാണ് എല്ലാവരുടെ മനസ്സിലുള്ള ഒരു വിചാരം. പണക്കാരെന്തോ മോശമുള്ള ആൾക്കാരാണ്, ജീവിതത്തിൽ സൗഭാഗ്യം എന്ന് പറയുന്നത് ഒരു മോശമായിട്ടുള്ള കാര്യമാണ്. അതിനെ റീപ്രോഗ്രാം ചെയ്യാനാണ് ഈ വിഷ്വലൈസേഷൻ. സ്വർണ്ണ നാണയങ്ങൾ
ലക്ഷറിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തെല്ലാം നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാമോ അതെല്ലാം നിങ്ങളിലേക്ക് ഒരു മഴ പോലെ ഒഴുകി വന്ന് നിങ്ങളിൽ ഡിസോൾവ് ആകുന്നതായി ഫീൽ ചെയ്യും. നിങ്ങളുടെ ഉള്ളിലേക്ക് ഇറങ്ങുന്നതായി ഇങ്ങനെ എത്ര നേരം അങ്ങനെ വിഷ്വലൈസ് ചെയ്യാമോ അത്രയും വിഷ്വലൈസ് ചെയ്യാം. അതിങ്ങനെ വിഷ്വലൈസ് ചെയ്തതിന് ശേഷമാണ് നിങ്ങൾ പറയേണ്ടത് ഡിവൈൻ ലവ് ബ്ലെസ് മണി, ഡിവൈൻ ലവ് ബ്ലെസ് മണി, ഡിവൈൻ ലവ് ബ്ലെസ് മണി. എത്ര നേരം ചൊല്ലാവോ അത്രയും നേരം നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ, എത്ര നേരമാണോ നിങ്ങൾക്ക് ചൊല്ലാൻ ഇഷ്ടം അത്രയും നേരം നിങ്ങൾക്ക് ചൊല്ലാം. അല്ലാതെ ഒരു പർട്ടിക്കുലർ ലിമിറ്റോ നിങ്ങൾക്ക് ഇതിന് പീരീഡ് ടൈമോ അങ്ങനെ ഒന്നുമില്ല, ഒരു നിബന്ധനയില്ല. ഉറങ്ങുന്നതിന് മുമ്പാണ് ഇത് ചൊല്ലേണ്ടത്. അതായത് രാത്രി 8:30 ചൊല്ലിയിട്ട് 12 മണിക്ക് ഉറങ്ങുന്ന കാര്യമല്ല ഞാൻ പറഞ്ഞത്, ഉറങ്ങുന്നതിന് മുമ്പ്. ഓക്കെ, ഇത് നിങ്ങൾ എല്ലാ ദിവസവും ചെയ്തു നോക്കൂ. ഇത് മൈൻഡിനെ ഇതിനൊന്നും ഈ വിഷ്വലൈസേഷനിൽ ഒന്നും വിശ്വസിക്കാത്തവരാണെങ്കിൽ പോലും നിങ്ങൾ നിങ്ങളുടെ മൈൻഡിനെ റീപ്രോഗ്രാം ചെയ്യുന്നു എന്ന് വിചാരിച്ചാൽ മതി. നിങ്ങൾ അതിലൊന്നും വിശ്വസിക്കേണ്ട ആവശ്യവും ഇല്ല. ചെയ്തു നോക്കൂ. ഇത് ചെലവുള്ള കാര്യമൊന്നുമില്ലല്ലോ. നിങ്ങളത് ചെയ്തു നോക്കുക. ചെയ്തു നോക്കിയിട്ട് നിങ്ങൾക്ക് എങ്ങനെ നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ, നിങ്ങളുടെ ചിന്താഗതിയിൽ മാറ്റങ്ങൾ ഉണ്ടാവും, നിങ്ങളുടെ ഓപ്പർച്യൂണിറ്റീസ് അടഞ്ഞു കിടക്കുന്ന തുറക്കുന്നതായിട്ടും ഒക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പ്രൊവൈഡഡ് നമ്മൾ പ്രവൃത്തിയും കൂടെ വേണം. ഞാൻ എല്ലായിടത്തും പറയുന്ന പോലെ പ്രവൃത്തി ഇല്ലാത്ത വിഷ്വലൈസേഷൻ രക്തമില്ലാത്ത ശരീരം പോലെയാണ്. പ്രവൃത്തി ഇല്ലാത്ത വിഷ്വലൈസേഷൻ ഒരു എസൻസ് ഇല്ലാത്ത, ഒരു സ്നേഹമില്ലാത്ത വ്യക്തിയെ പോലെയാണ്. പ്രവൃത്തി വേണം. പ്രവൃത്തി ഇല്ലെങ്കിൽ ഒരു നമ്മുടെ ആ ഒരു നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യാം, എന്നിട്ട് അതിന്റെ കൂടെ നമ്മൾ ഇതും കൂടെ ചെയ്യാം. അപ്പോൾ നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ, ഒരുപാട് പേർക്ക്, ഞാൻ എന്താ പറയാ എടുത്തു പറയാത്തതാണ്, ഒരുപാട് പേർക്ക് ഒരുപാട് അത്ഭുതങ്ങൾ സംഭവിച്ചിട്ടുള്ളതാണ് ഈ മൈൻഡ് റീപ്രോഗ്രാമിങ്ങിലൂടെ, ഈ ഒരു സ്വിച്ച് വേർഡിന്റെ ആ ഒരു പവറോട് കൂടി. എല്ലാവർക്കും എല്ലാവിധ നന്മകളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മളുടെ ഫ്രീ ക്ലാസ്സസ് എല്ലാം നമ്മളുടെ കമ്മ്യൂണിറ്റിയിൽ വരും. കമ്മ്യൂണിറ്റിയിൽ ഇനിയും ജോയിൻ ചെയ്യാത്തവർ ഫ്രീ ആയിട്ട് തന്നെ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ടാവും. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ജോയിൻ ചെയ്യാം. അവിടെ ക്ലാസ്സസും എപ്പോഴും മെസ്സേജസും എല്ലാം വരുന്നതാണ്. സ്പെഷ്യൽ ആയിട്ടുള്ള അഫർമേഷൻസും എല്ലാം അവർക്ക് വേണ്ടി കമ്മ്യൂണിറ്റി മെമ്പേഴ്സിന് ഉള്ളതാണ്, ഫ്രീ ആണ്. അപ്പൊ എല്ലാവരും അതിലേക്ക് ജോയിൻ ചെയ്യുക. എല്ലാവർക്കും എല്ലാ നന്മകളും വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് താങ്ക് യു സോ മച്ച്. അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം.